ചേട്ടനും ഇവിടെ തന്നെ താമസം? അതെ. അപ്പോ കുടുംബമൊക്കെ? അങ്ങനെ ആരുമില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ ഈ ബാവന്മാരുടെ കൂടെയാ. അതിപ്പോഴും തുടരുന്നു, ഒരു ഏകാംഗ നാടകം പോലെ. ഒരു കണക്കിന് ആരും ഇല്ലാതിരിക്കുന്ന നല്ലത്. ആ, ഇല്ലാത്തവന് ഇല്ലാത്തതിന്റെ ദുഃഖം, ഉള്ളവനും ഉള്ളതിന്റെ വിഷമം. ആ, നിനക്ക് രാത്രിയിൽ എണീറ്റ് നടക്കുന്ന സ്വഭാവമൊന്നുമില്ലല്ലോ. എന്താ ഉണ്ടെങ്കിൽ പറയണം, എനിക്ക് എന്റെ മുറിയുടെ കഥ കൂട്ടിയിട്ടാണ്. എനിക്കങ്ങനെ യാതൊരു സ്വഭാവവും ഇല്ല. മൂടി പുതച്ച് ചുരുണ്ട് കൂടി കിടന്നാ പിന്നെ ഭൂകമ്പം ഉണ്ടായാലും അറിയില്ല. എന്നാ ഭൂകമ്പം ഉണ്ടാവുന്നതിന് മുമ്പ് കിടന്നോ. നേരത്തെ എണീക്കണം, കാറ് കഴിക്കണം കേട്ടോ. ഇനി സുഖമായിട്ടൊന്ന് ഉറങ്ങാം. കൃഷ്ണ ഭഗവാനെ. അയ്യോ പ്രേതം! ഇങ്ങനെ ചുരുണ്ടുകൂടി സുഖിച്ച് കിടക്കാന്ന് വിചാരിച്ചല്ലേ? എനിക്ക് വാടാ. എന്തിനാണ് നിന്നെ കാണാഞ്ഞിട്ട് മുതലാളിക്ക് ഉറക്കം വരണില്ലാന്ന്? പാടാ, നിന്നെ ഞാൻ ഉറക്കിത്തരാടാ. വാ അമ്മാവാ, ദൈവം പോകാന്ന് സമ്മതിച്ചു. കാര്യം പറഞ്ഞപ്പോ തന്നെ എണീറ്റിങ് ഓടിപ്പോന്നു അല്ലേ? രാത്രി ഒറ്റയ്ക്കിരിക്കാൻ പേടിയണ്ട. അയ്യോ എനിക്ക് പേടിയോ? അതെന്താന്ന് പോലും ഇവനറിയത്തില്ല. ഭയങ്കര ധൈര്യശാലി. ആൺകുട്ടികളായാലും അങ്ങനെ വേണം. ഇവ ഇതിനു മുമ്പും ചെമ്മീൻ കെട്ടിന് കാവൽ കിടന്നിട്ടുണ്ട്. എങ്കി നന്നായി. ഈയിടെയായി ചെമ്മീൻ കെട്ടില് രാത്രി കള്ളന്മാര് വന്ന് കോരുന്നുണ്ട്. അവന്മാരെ കൈ കിട്ടിയ കയ്യും കാലും തല്ലി ഒടിച്ചിങ്ങ് കൊണ്ടുപോര്. അതെ. നിനക്ക് ചെമ്മീൻ കെട്ട് എവിടാന്നറിയാവാ? ഇല്ല, അറിയില്ല. അത് കുഴപ്പമില്ല, വഴി ഞാൻ കാണിച്ചു കൊടുക്കാം. ശരിയായ വഴി ഞാൻ കാണിച്ചു തരാം. വേഗം ആവട്ടെടാ. ചെമ്മീൻ വീട് ചെമ്മീൻ കള്ള എന്താ മുതലാളി! മുതലാളി! എന്താടാ എന്താടാ വിളിച്ചു പോകുന്നത്? കള്ളന്മാരെ പിടിച്ചു മുതലാളി. അടിച്ച് ശരിപ്പെടുത്തി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? ജീപ്പിലുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങടാ പന്നികളെ, ഇറങ്ങടാ അങ്ങോട്ട്. അയ്യോ എന്റെ ഈശ്വരാ, നിങ്ങൾക്ക് എന്ത് പറ്റിയടാ മക്കളെ? എടാ, എന്റെ ആങ്ങളമാരാണോ കള്ളന്മാര്? അഴിച്ച് ശരിപ്പെടുത്തിയിട്ടുണ്ട് പോലും. ഇപ്പൊ എവിടെ നിന്ന് ഇറങ്ങണം? അതെ. എടാ പോയാ പറഞ്ഞത്. അയ്യോ, ഞാൻ ആളറിയാതെ. മിണ്ടി പോവരുത്. നിന്റെ പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്തോണ്ട് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇറങ്ങടാ. എടാ ഇറങ്ങാൻ. നിക്കടാ. നിങ്ങൾ എന്തിനാടാ ചെമ്പീൻ കെട്ടി പോയത്? അത് പിന്നെ ഞങ്ങള് കൂപ്പിലെ കാര്യങ്ങൾ നോക്കാൻ വിട്ട നിങ്ങൾ എന്തിനാണ് രാത്രി ചെമ്മീൻ കെട്ടി പോയതെന്ന്? അല്ല, കൂപ്പ് പിന്നെ ചെമ്മീൻ. കള്ള പരീക്ഷകള് നോക്കി നടത്തേണ്ട മുതല് കട്ടുമുടിക്കുന്നോടാ. മേലന്റെ കൺവട്ടത്ത് കണ്ടുപോരുത്. എരണം കെട്ടോമാര് പോകടാ. എന്തോന്നാ ഇത്ര നോക്കി നിൽക്കാൻ? കയറി പോകരുത് എല്ലാരും. മക്കളിങ്ങി വാ, നിങ്ങളുടെ അളിയൻ വരട്ടെ. അങ്ങേര് വന്നിട്ട് നമുക്ക് ചോദിക്കാം. വാ. എന്റെ ആങ്ങളമാരെ എല്ലാവരുടെയും മുമ്പിലിട്ട് തല്ലാൻ അങ്ങേരാരാ? അവരുടെ കയ്യിൽ നിന്ന് വല്ല തെറ്റും സംഭവിച്ചാൽ നിങ്ങളെ ശിക്ഷിച്ചോ? അതിന് അയാൾക്ക് അധികാരമില്ല. നിങ്ങൾക്ക് അയാൾ ദൈവമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് വെറും ചേട്ടന്. അയ്യോ, ഒരു ചേട്ടൻ. ഇത്രയ്ക്ക് അങ്ങോട്ട് ബഹുമാനിക്കാൻ 10 വർഷത്തെ മൂപ്പൊന്നുമില്ലല്ലോ. വെറും 10 മിനിറ്റ് നേരത്തെ വ്യത്യാസമല്ലേ ഉള്ളൂ നിങ്ങൾ തമ്മിൽ. നീ പറഞ്ഞത് ശരിയാടി.
10 മിനിറ്റിന്റെ മൂപ്പ് അയാൾക്കുള്ളൂ. പക്ഷേ ഒരച്ഛന്റെ സ്ഥാനത്ത് അയാളെ ഞാൻ കാണണത്. ഓക്രിത്രം കാണിച്ച് അയാൾ തല്ലും, ചിലപ്പോ കൊല്ലും. അത് സഹിക്കാൻ തയ്യാറാവന്മാർ മാത്രം അവിടെ നിന്നാ മതി. മനസ്സിലായോ? എന്ന് മാപ്പ് പറടാ. അയാൾക്കടെ കാലെ പിടിച്ച് മാപ്പ് പറ. അയാൾ ക്ഷമിച്ചെങ്കിൽ മാത്രം നീയെ കൂടെ നിന്നാ മതി. വേണ്ട, ആരും മാപ്പ് പറയണ്ട. അല്ലെങ്കിലും മാപ്പ് കൊടുത്തിട്ടുള്ള ശീലം എനിക്ക് പണ്ടേ ഇല്ല. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും, അതാരായാലും. ഈ പറയുന്ന എന്റെ അനിയനായാലും. കൂപ്പിലെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കണം. വേറെ എങ്ങും നിങ്ങളെ കണ്ടുപോരുത്. മനസ്സിലായടാ? പൊക്കോ. ചേച്ചിയും അളിയനും മഹാരാജാവിന് മുമ്പിൽ നിൽക്കുന്ന പോലെ വാ പൊത്തിയെന്ന് അയാൾ പറയുന്നത് മുഴുവൻ കേട്ടോ? ചേച്ചി ഒരു കാര്യം ഓർത്തോണം, എല്ലാം അയാളുടെ കയ്യിലാ. അളിയനാണെങ്കിൽ പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ട്. എപ്പോഴാ തട്ടിപ്പോണമെന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. അയാളെ കണ്ടില്ലേ, ഇപ്പോഴും ഉരുക്കു പോലെ ഇരിക്കുന്നത്. അളിയൻ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ചേച്ചിയും ആളും പെരുവഴിയില്ല. അത് മറക്കണ്ട. നീ വാടാ. കൊറേശ്ശെ വിളമ്പി കൊടുക്കടി. അധികം തിന്നാലേ എല്ലിന്റെ ഇടയിൽ കേറും. ഇപ്പൊ തന്നെ നെകളിപ്പ് കൂടുതല. അയ്യ, ചവയ്ക്കുന്ന ചവ കണ്ടില്ലേ? ചവം. ചെറിയ ഇങ്ങനെ ഓരോന്ന് പറയും. അതൊന്നും കാര്യമാക്കണ്ട. ഇയാള് കഴിച്ചോ? വേണ്ട, മതി. അത് പറഞ്ഞാ പറ്റില്ല. ഇരുന്ന് കഴിച്ചേ. നീ പൊയ്ക്കോ, ഞാൻ വിളമ്പി കൊടുക്കാം. കഴിക്ക്. അമ്മോ, നിന്നെ വല്യമ്മാവൻ വിളിക്കുന്നു. ചെല്ല്. നേരത്തെ വേണം എണീക്കാൻ കേട്ടോ. മുതലാളിമാര് വിളമ്പി തന്നാലേ നീ കഴിക്കത്തുള്ളൂ അല്ലേ? അതെ, അങ്ങനെ ശീലായി പോയി. ശീലം മാറ്റണ്ട. ഞാനും ഒരു ചെറിയ മുതലാളിയാ. ഞാൻ വിളമ്പി തരാം. തിന്നെ. ഇതൊക്കെ കണ്ടിട്ട് നീ കുറെ കാലം ആയിക്കോണല്ലോ. അടിച്ചു കേട്ടെ. തൈര്, മീൻകറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ചങ്ങടി അടിക്കേ. അടിക്കടാ നീ. നീ തന്നെ ഇരുന്ന് തിന്നട പാട്ടി. അയ്യേ, കണ്ടവൻ രച്ചിന് വരുത്തിരുന്നോടാ. നിനക്ക് വിശക്കുന്നെങ്കിലേ അടുക്കള വന്ന് ചോദിച്ച് വാങ്ങിച്ച് തിന്നൂടേടാ. എരപ്പേ, ആഹാരത്തിന് ഇത്രയും ആർത്തിയോ? പോയി വിളിച്ചോണ്ട് പോടാ. ആരെ? നിന്റെ വീട് വന്നിരിക്കുന്നത് പറ. ആരാടാ അവിടെ? കൊട്ടാരം വീടണെന്നാ പറഞ്ഞത്. ആര്? ഈ കൊടക്കമ്പിയ? മുതലാളി, അല്ല, ഇതാര് കൊട്ടാരം വീടരാ? എടാ, നമ്മുടെ തമ്പ്രാൻ വന്നിരിക്കണ്. തലയെക്കെട്ടഴിച്ച് അരയെക്കെട്ടാ. യോ എന്റെ ദൈവേ, തമ്പ്രാൻ അകത്തോട്ട് കേറിയിരിക്ക്. കണ്ട ആപ്പയുടെ ഊപ്പയുടെ ഒക്കെ വീട്ടിൽ കയറിയിരിക്കാൻ വന്നവനല്ല ഞാൻ. പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയതിന്റെ ഉദ്ദേശം? നാട്ടിലെ പ്രമാണിയായി പോയില്ലേ, ചട്ടമ്പിമാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. എന്താണ്, തല്ലാൻ വല്ല ഉദ്ദേശം ഉണ്ടാ? ഉണ്ടിയേട്ടാ, അതിനല്ലേ കൂടിയൊരു വടി. മുതലാളി, ഇവരോട് സംസാരിച്ചു നിൽക്കാൻ മുതലാളിക്ക് ലഗ്നയില്ലേ? വന്ന കാര്യം പറഞ്ഞേച്ചും പോവാൻ നോക്കാം. എടാ, എന്റെ തറവാടാ കൊട്ടാരം വീട്. അത് നിങ്ങൾ ലേലത്തിൽ പിടിക്കുമെന്ന് പല സ്ഥലത്തും വാതുവെച്ചെന്ന് കേട്ടു. എന്നാൽ അത് നേരിട്ട് തന്നെ അറിയാമെന്ന് കരുതി വന്നതാ. എന്നാ നേരിട്ട് തന്നെ പറയാം. താൻ കേട്ടത് നേരാ. കൊട്ടാരം വീട് ഞങ്ങൾ തന്നെ ലേലത്തിൽ ഒലത്തും കൊട്ടാരം വീടിന്റെ മുറ്റത്ത് കാല് കുത്താനുള്ള യോഗ്യത നിങ്ങൾക്കൊണ്ടോടാ എംപോക്കികളെ. നിന്നൊക്കെ യോഗ്യത കൊണ്ടാ. എടാ, നിന്റെ യോഗ്യത കൊണ്ടാണല്ലോ സ്വന്തം തറവാട് കരക്കാരൻ ലേലം വിളിക്കണത്. പ്രമാണിമാരാകുമ്പോ പല കേസും ലേലവും ഒക്കെ നടന്നിരിക്കും. പക്ഷെ അതിനിടയിൽ കയറി കളിക്കാൻ വന്നാൽ അത് നിന്റെയൊക്കെ അവസ്ഥാനത്ത് കളിയായിരിക്കും. കളിക്കണത് നീയല്ലടാ. അനിയൻ ബാവേനെയും ചേട്ടൻ ബാവേനെയും പഴയ പോലെ തൂമ്പായി എടുപ്പിക്കുമെന്ന് ചെണ്ടയും കൊട്ടി നടക്കണത് നീയല്ലേ? ഞങ്ങളെ പൂട്ടിക്കാരല്ലേ? ഞങ്ങളുടെ പണിസ്ഥലത്ത് മുഴുവൻ നീ സമരം ഉണ്ടാക്കിക്കണത്. അതിന്റെ എല്ലാത്തിന്റെയും മറുപടിയാണെന്ന് കൂട്ടിക്കോടാ. എടാ,
നിന്റെ തറവാട്ടി ഞങ്ങ കയറി കിടക്കുവാടാ. എന്നാൽ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുകും. അതെന്നായാലും ഒഴുകണം. എന്നാ പിന്നെ അത് കൊട്ടാരം വീടിന്റെ മുറ്റത്ത് തന്നെ ആയിക്കോട്ടടാ. അത് നമുക്ക് കാണാറാ. കാണാടാ. നോക്കി പോയി വണ്ടിക്കാറാ. നമ്മളോടാ കളി.